ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് 10 മിനിറ്റിൻ്റെ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റവ വെച്ചിട്ട് ഇതുപോലെ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കി കഴിച്ചവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം കേട്ടോ. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും, അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പുറമേ നല്ല മൊരിഞ്ഞിട്ടുള്ള നമ്മുടെ റവ നെയ്പത്തലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റവ ഞാനിതാ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു റവ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു പലഹാരത്തിലേക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ, അതൊരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുപ്പത്തുനിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ റവ വെള്ളത്തിൽ തട്ടാണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പം സൈഡിലൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു തിളച്ച വെള്ളത്തിൽ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ റവ ഈ ഒരു തിളച്ച വെള്ളത്തിൽ ഇരുന്നിട്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ച് മൂടിയിട്ട് അവിടെ വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് മതി. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഇതാ ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 8-9 ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത റവയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കുക. ഈ ഒരു മുളക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ കിട്ടുമ്പോൾ, നമുക്ക് ആ ഒരു ഉള്ളിയുടെ ഒക്കെ. അപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നമ്മൾ ചതച്ചെടുക്കുക, പൊടിച്ചെടുക്കുകയൊക്കെ ചെയ്യുമല്ലോ, ആ രീതിക്കൊന്ന് എടുക്കുക കേട്ടോ. വല്ലാണ്ട് അരച്ചെടുക്കരുത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റവ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റവ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് അവിടെ ഇവിടെ ഒന്ന് റവ വെള്ളത്തിൽ തട്ടാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു റവ ഈ ഒരു തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ റവ നന്നായിട്ട് തന്നെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടല്ലോ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇനി അതെല്ലാം നമുക്ക് ആ ഒരു റവയിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് വരണം. നമുക്കൊരു മാവ് പോലെ, നമുക്കൊരു ചപ്പാത്തി മാവൊക്കെ പത്തിരി മാവൊക്കെ എടുക്കുമല്ലോ, ആ ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പോലെ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പരത്താനുള്ളത് ഇതുപോലൊരു ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത്തിരി അത്യാവശ്യം വലിയൊരു ബോളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. കാരണം നമുക്കിത് നൈസായിട്ട് പരത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പൊള്ളച്ച് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി കട്ടിക്കാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ റവ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അത് ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കട്ടിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒരു പരന്ന ഒരു പ്ലേറ്റ് എന്തെങ്കിലും എടുക്കുക. അപ്പം ഞാനിതാ ഈ ഒരു ചെറിയൊരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഒത്തിരി പരത്തി എടുക്കുന്നില്ല, ചെറിയൊരു വട്ടത്തിലല്ലേ വേണ്ടുള്ളൂ. അപ്പം ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ വലിയ കട്ടി ഉണ്ടാവേണ്ട എന്ന് വെച്ചിട്ട് ഒരുപാട് തിന്നാവുകയും ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഇത് ഞാനിതാ പരത്തി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ഇപ്പം തന്നെ ഇങ്ങനെ കയ്യിലേക്ക് എടുക്കണ്ട കേട്ടോ. നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതിന്ന് നേരെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ പരത്തിയതിൻ്റെ ഒരു കട്ടി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കണ്ടോ? അത് ആ കവറിൽ നിന്ന് പെട്ടെന്ന് പോരും കേട്ടോ. നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ കവറിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഇനി ബാക്കിയുള്ളത് മുഴുവനും ഞാൻ അതുപോലെയാണ് പരത്തി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പരത്തുന്നത് കാണിക്കുന്നില്ല. ഇപ്പോൾ ആ ഒരു സമയം ഞാൻ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടാവണം. അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അത് തൊടാൻ പോവണ്ട, കണ്ടോ? അപ്പോൾ അതുപോലെ അത് തനിയെ അത് പൊങ്ങി വരും കേട്ടോ. കണ്ടോ? അപ്പോൾ അതൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതാ ജസ്റ്റ് ഇതുപോലെ ആ ചട്ടകം വെച്ചിട്ട് ഒരു ഇത്തിരി എണ്ണയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് രണ്ട് ഭാഗം ഒന്ന് മൊരിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലൊന്നും ഇട്ട് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റവയാണ് എണ്ണ കുടിക്കുള്ളൂ കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതായിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഞാനിത് അടുത്തതും അതുപോലെ തന്നെയാണ് പരത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആ ഇട്ട് കൊടുത്ത അടിഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഏകദേശം ഒന്ന് മൊരിഞ്ഞെന്ന് കാണുമ്പോൾ മാത്രം മറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിതൊന്നും ഇങ്ങനെ തട്ടി കൊടുത്തിട്ടും എണ്ണ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുത്തിട്ടൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ? അപ്പോൾ ഇനി ആ ഒരു മറ്റേ ഭാഗം കൂടെ ഒന്ന് മൊരിപ്പിച്ചിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ എണ്ണയിൽ തട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ചട്ടുകം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചുറ്റുഭാഗം ഒന്ന് എണ്ണയിലൊന്ന് തട്ടിപ്പിക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പം ഞാൻ അതും എണ്ണയിൽ നിന്ന് മാറ്റി അടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരിത്തിരി സമയം നമ്മൾ 2-3 സെക്കൻഡൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് അത് പൊങ്ങിച്ച് വരും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഓവറായിട്ട് ഫ്ലെയിം തോന്നുന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ ലോ ഫ്ലെയിമിൽ ഇടണ്ട. അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ നെയ്പ്പത്തിൽ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് അത് കാണിക്കുകയാണ്. അപ്പോൾ മുഴുവനും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നല്ല പൊള്ളി വന്നിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറമെ നല്ല മുരുമുരാന്നാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കട്ടിക്ക് ഉണ്ടാക്കുമ്പോൾ അത് എങ്ങനെ കഴിക്കുക, കട്ടിയാവൂലേ എന്ന് വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് റവ നമ്മൾ വേവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ബലത്തിലോ കട്ടിക്കോ ഒന്നും അല്ല ഇരിക്കുക, സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ട പുറമേ നമുക്ക് നല്ല മുരുമുരാന്നാണ്. ഇത് തന്നെ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള അത് ചൂടുണ്ട് കേട്ടോ. കണ്ട കുറച്ച് സമയം വരെ നമുക്കത് ഇപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയതൊന്നും ഇത്ര ടൈമായിട്ടും അത് ആ പൊങ്ങി വന്നത് ഇങ്ങനെ താഴ്ന്നു പോയിട്ടില്ല കേട്ടോ. പെട്ടെന്നൊന്നും അത് അങ്ങനെ ആവൂല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണേ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ. ഒരുപാട് വെറൈറ്റി റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് തരിക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.